ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സമാഗമ കൂടാരത്തിന്റെ പണികളെല്ലാം അവസാനിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. പുറപ്പാട് 39:32. അനുസരണവും അച്ചടക്കവുമില്ലാത്ത ഒരു തലമുറയാണ് വരുന്നതെന്ന് മുൻ തലമുറക്കാർ ഭയപ്പെടുന്നു. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാൻ മടിക്കുന്നു. വിദ്യാർത്ഥികൾ അധ്യാപകരെ കൂട്ടാക്കുന്നില്ല. എന്താണ് ഇതിന് പോംവഴി? മോശയുടെ ജീവിതം നമുക്ക് മറുപടി തരുന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനത്തിനിടയിൽ പട്ടാളവും പോലീസും ഇല്ലായിരുന്നു. എങ്കിലും ജനം മോശയെ അനുസരിച്ചു. സമാഗമ കൂടാരത്തിന്റെ പണിക്ക് ജനങ്ങളുടെ സഹകരണം ചോദിച്ചപ്പോൾ പിശുക്ക് കൂടാതെ സംഭാവനകൾ ലഭിച്ചു. എന്തായിരുന്നു മോശയുടെ ശക്തിയുടെ രഹസ്യം? ദൈവം മോശയോട് പറഞ്ഞ കാര്യങ്ങളാണ് മോശ ജനത്തോട് പറഞ്ഞത്. ദൈവശബ്ദം കേട്ട മോശ പറഞ്ഞ കാര്യങ്ങളെ ജനം അനുസരിച്ചു. ദൈവശബ്ദം കേൾക്കുന്നവരെ അനുസരിക്കാൻ ജനം മടിക്കയില്ല. സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ആയിരുന്നില്ല മോശ സംസാരിച്ചത്. പൊതുജനത്തിന്റെ ആവശ്യത്തിനായി സമാഗമ കൂടാരം പണിതു. അപ്പോൾ ജനം അനുസരിച്ചു. സ്വന്തം കാര്യസാധ്യമെന്ന ഉദ്ദേശ്യമോ ലക്ഷ്യമോ കൂടാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ദൈവശബ്ദം കേട്ട് അതിന് അനുസരണമായി സംസാരിക്കുകയും ചെയ്യുന്നവരെ അനുസരിക്കാൻ ആളുകൾ തയ്യാറാകും. നാം പറയുന്ന കാര്യങ്ങൾ ദൈവ സ്വഭാവത്തിന് ചേരുന്നതും മറ്റുള്ളവരെ കരുതിക്കൊണ്ടുള്ളതും ആണെങ്കിൽ അംഗീകരിക്കാൻ ആരും മടിക്കയില്ല. ആരോട് സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുവോ അവരുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം സംസാരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കുന്നവരുടെ ശബ്ദത്തിന് ദിവ്യശക്തി ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ നന്മയെ കരുതിയാണെങ്കിൽ ആർക്കും എതിർക്കാൻ സാധിക്കുകയില്ല. ദൈവശബ്ദം കേൾക്കുന്നവരെ അനുസരിക്കാൻ ജനം മടിക്കുകയില്ല. അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ. നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നവരായി മാറട്ടെ. പരിശുദ്ധമ്മ IMSമ്മ നമ്മെ എല്ലാവരെയും ഇതിനായിട്ട് സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.